വെൽക്കം ബാക്ക് ടു ഫൈനസ്റ്റ് ഓട്ടോമൊബൈൽസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഡിപ്ലോമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ്. മാള ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിലെ 3ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ ഒരു പ്രൊജക്റ്റ് വാഹനമാണിത്. സോളാർ പവേഡ് ഇലക്ട്രിക് ബഗ്ഗി എന്നാണ് ഇവർ ഈ വാഹനത്തിന് പേരിട്ടിരിക്കുന്നത്. പൊതുവേ ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണെങ്കിലും ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി സോഴ്സിനെ ഒരു ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ അവർ ഈ വാഹനത്തിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് 2024 പാസ് ഔട്ടായ സ്റ്റുഡൻസിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. ഇത് ഒരു ഇലക്ട്രിക് ബഗ്ഗിയാണ്. അതിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോളാർ വെച്ച് ചാർജ് ചെയ്യാൻ നമ്മളിപ്പോൾ ഇതിൽ എന്താണ് മെയിൻ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത്? ഇന്നോവേഷൻ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബഗ്ഗി എല്ലാ ആൾക്കാരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇലക്ട്രിക് ആക്കി മാറ്റി. അപ്പോൾ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോഴാണ് ഒരു ഗ്രൂപ്പുകാർ ഇത് ഇലക്ട്രിക്കലി സോളാറിൽ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് അവർ ചെക്ക് ചെയ്തു. അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ ഇത് 48 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട പാനൽ നോക്കിയപ്പോൾ വളരെ വലിയൊരു പാനൽ നമുക്ക് ആവശ്യമായിട്ട് വന്നു. അത് നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഓരോ ബാറ്ററി മാറി മാറി ചാർജ് ചെയ്യുന്ന രീതിയിൽ അവരത് സെറ്റ് ചെയ്തു. അപ്പോൾ നിലവിൽ ഈ ഒരു ഇതിൽ ഒരു ബാറ്ററിയാണ് അറ്റ് എ ടൈം ചാർജ് ആവുള്ളൂ. അതിനുശേഷം നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണല്ലേ? അതാണെങ്കിൽ 6 മണിക്കൂറും വേണം. അപ്പോൾ നമ്മൾ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഒരു ബാറ്ററി ചാർജ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സെലക്ടർ സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഏത് സ്വിച്ച് ആണ് ഓൺ ആക്കിയത് അതിലേക്ക് ചാർജ് ആവും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്താണ്? അത് സോളാറിന്റെ കൺട്രോളറാണ്. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് എന്താണ് വേറെ പ്രത്യേകതയായിട്ട്? ഇപ്പോൾ വണ്ടി കാണാൻ നമുക്കൊരു ലുക്ക് ഉണ്ട്, ഒരു ബഗ്ഗി ലെവലിലാണ് വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഇതിന്റെ മറ്റെന്തെങ്കിലും പർപ്പസുകൾ ഇതിൽ വണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് അത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയവും അത് അതിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കുഴപ്പമില്ല. കേരളത്തിലിപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വാട്ടർ പവർ വെച്ചിട്ടാണെങ്കിലും പുറമേ ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഡീസൽ പവർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഫോസിൽ ഫ്യൂൾസ് തന്നെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നമുക്ക് നേരിട്ട് സോളാർ അപ്പോൾ നമ്മൾ എത്രത്തോളം റിന്യൂവബിൾ എനർജീനെ യൂസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സോളാറിന്റെ കോൺട്രിബ്യൂഷൻ കുറയ്ക്കാം. അതാണ് അതിൽ കുട്ടികൾ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് കൊണ്ടുവന്നത്. നമുക്ക് ഈ പ്രൊജക്ടിന് എത്ര കോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്? ഇതിലിപ്പോ 60-80 റേഞ്ചിൽ നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് സ്ക്രാപ്പുകളിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് നാനോന്റെ ഫ്രണ്ട് സസ്പെൻഷനും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സിസ്റ്റമാണ്. നാനോന്റെ സ്റ്റിയറിംഗ് സിസ്റ്റം, ടയർ എല്ലാം അടക്കം നാനോന്റെ. അതുപോലെ ബാക്കിൽ വരുന്നത് വ്യത്യാസം ഉണ്ടല്ലോ. റിയർ വരുന്നത് നമ്മള് ഓൾട്ടോന്റെ ടയറാണ് വന്നിരിക്കുന്നത്. 12 ഇഞ്ച്. അതുപോലെ ഈ ഹബ്ബ് ഈ ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് വണ്ടി ഇലക്ട്രിക് ഓട്ടോന്റെ ഡിഫറൻഷ്യലാണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മോട്ടർ എത്ര വോൾട്ട്സിന്റെ? മോട്ടർ 1000 വാട്ട്. 1000 വാട്ട്സിന്റെ മോട്ടറാണല്ലേ? 48 വോൾട്ട് ബാറ്ററി വരുന്നുണ്ട്. ഒരു 3 ടൺ നമുക്ക് ഇതില് വെയിറ്റ് താങ്ങാൻ പറ്റില്ല. ബാക്കിലെ സസ്പെൻഷൻ ഇതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്തതാണല്ലോ ഈ ഒരു മോഡൽ? ഇത് നമ്മൾ ഡിഫറൻഷ്യൽ വന്നതിന് ശേഷം അതിനനുസരിച്ചിട്ട് അളവ് എടുത്ത് ചെയ്തതാണ്. സെറ്റ് ചെയ്തേക്കുന്നതാണല്ലോ. വെയിറ്റിനനുസരിച്ച് നമ്മൾ സസ്പെൻഷൻ വെക്കുക ചെയ്തു. ഇതിപ്പോൾ അതിനെ ഇതിൻ്റെ എല്ലാം കാണിക്കും, ഇതിൻ്റെ സ്പീഡും ബാറ്ററി ലെവലും അതേപോലെ തന്നെ വോൾട്ടേജ്. ഈ കാണിക്കുന്നത് ബാറ്ററി ലെവലാണല്ലേ? അല്ല, ഇത് ബാറ്ററി ലെവല്, വോൾട്ടേജ്, കറണ്ട് വോൾട്ടേജ് കാണിക്കുന്നത്. ഇത് കിലോമീറ്റർ റീഡിംഗ് സ്പീഡ് കാണിക്കും.
ഓക്കെ ഓക്കെ. നമുക്ക് ഈ സ്പീഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ 3 സ്പീഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ 3 സ്പീഡ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 സ്പീഡിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ അപ്പുറത്തുള്ള സ്വിച്ച് കാണിക്കുന്നത് ഇത് ലൈറ്റിനാണ്, ഫ്രണ്ടിലെ ലൈറ്റ്. ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഒരു ലൈറ്റ് ഒന്ന് ഇടാവോ? ഓക്കെ ഓക്കെ. വണ്ടി ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സ്വിച്ച് കണ്ടത് ഓറഞ്ച് കളറിലുള്ളത് അത് റിവേഴ്സ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാമല്ലോ നമുക്ക്? നോക്കാം. അപ്പോൾ ഇതെല്ലാമാണ് ഈ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങൾ. ഈ പ്രൊജക്റ്റിന് ചേലക്കര പോളിടെക്നിക്കിൽ നടന്ന ഇൻ്റർപോളി ഫെസ്റ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്ത ഹോളി ഗ്രേസ് പോളിടെക്നിക് കോളേജിലെ 2023-24 ബാച്ചിലെ ഓട്ടോമൊബൈൽ ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നമ്മൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഫൈനസ്റ്റ് ഓട്ടോമൊബൈൽസ്.